കളിക്ക് മുമ്പേ ഉള്ള ചെക്കൻ്റെ വാശി കണ്ടോ? നമ്മൾ ഈ മാച്ചിന് എന്ന് നേരത്തെ തന്നെ അവിടെ ചെന്ന് എത്തിപ്പിടിച്ച് നോക്കി നിൽക്കുന്ന എന്താ അറിയോ? ന്യൂസിലാൻഡ് പ്ലേയേഴ്സിൻ്റെ ബസ് വന്നു. ഗ്ലെൻ ഫിലിപ്സ്, ഫെർഗൂസൺ, പിന്നെ അതേ മേലെ നിന്നിട്ട് എന്നെ കൈവീശി കാണിക്കുന്ന എൻ്റെ കുറച്ച് ഫോളോവേഴ്സ്. ഇനിയിപ്പോൾ ഇന്ത്യൻ ബസ് വന്നു, ദാ പോണു ഹർദിക് പാണ്ഡ്യ. സോ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ വീഡിയോസിൽ കണ്ടല്ലേ ഉള്ളൂ ഇവരുടെ എൻട്രി ഒക്കെ. നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കുറേ ഫേവറേറ്റ് പ്ലേയേഴ്സ്. ദേ സഞ്ജു മച്ചാൻ വരുന്നു. സ്റ്റേഡിയത്തിലൊക്കെ അത്ര ആരവമായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 4 മണിക്ക് തന്നെ തിക്കും തിരക്കിന് മുമ്പ് തന്നെ പോയി സ്റ്റേഡിയത്തിൽ ഇടം പിടിച്ചിരുന്നു കേട്ടോ. നമുക്ക് നല്ലൊരു സ്പോട്ടാണ്, പ്ലേയേഴ്സിനൊക്കെ കാണാൻ പറ്റുന്ന സ്പോട്ട് തന്നെയാണ് കിട്ടിയത്. ഇത് സച്ചിൻ്റെ ആരാധകനെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? സോ ഇഷാൻ കിഷനാണ് ആദ്യം വന്ന് പ്രാക്ടീസ് തുടങ്ങിയത്, ടാപ്പ് ചെയ്ത് തുടങ്ങിയത്. ശേഷം ഓരോരുത്തരായി വന്നു തുടങ്ങി. ബുംറയൊക്കെ വന്നപ്പോഴത്തേന് സ്റ്റേഡിയത്തിൽ ഓരോ പ്ലേയേഴ്സ് വരുമ്പോഴും അത്ര ആരവമായിരുന്നു കേട്ടോ. ശ്രേയസ് അയ്യറിനുള്ള പിന്താങ്ങൽ, അങ്ങനെ ഒരുപാട് ആവേശത്തോടെ സഞ്ജു വന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ സ്റ്റേഡിയം ഇളകി മറിഞ്ഞത്. സഞ്ജു ചെറിയ ചിരിയോടെ ഗ്രൗണ്ടിൻ്റെ സെൻറ്ററിലേക്ക് എത്തുകയും സഞ്ജു അവിടെ ചെന്ന സമയത്ത് ബിഷ്ണോയ് സഞ്ജുവിന് പകരം ഇങ്ങനെ വേവ് ചെയ്യുകയും സൂര്യകുമാർ യാദവ് വന്നിട്ട് വേവ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴാണ് സഞ്ജു ഒന്ന് വേവ് ചെയ്ത്. പക്ഷേ ഭയങ്കര സന്തോഷത്തോടെയായിരുന്നു സഞ്ജുവിനെ ആദ്യം നമുക്ക് കാണാൻ സാധിച്ചത്. അത്രയധികം ആരവം കേട്ടോ. ഇത്രയും ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിട്ടില്ല. അതേ ബുംറ 2 സ്റ്റെപ്പിൽ ഒന്ന് സ്റ്റെമ്പ് എറിഞ്ഞ് കളയുന്നുണ്ടോ. പിന്നെ ഹർദിക് പാണ്ഡ്യയുടെ എൻട്രി, ആ സ്വാഗ്, ദാ പഠിപ്പിക്കുട്ടനെ പോലെ ശിവം ദൂബെ. ബുംറ ഒരു റണ്ണപ്പ് എടുത്ത് ഒരു ബോൾ എറിഞ്ഞ ബോൾ പോകുന്ന പോക്കുണ്ടോ, അതങ്ങ് ബൗണ്ടറി ലൈൻ എത്തി കേട്ടോ. ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മാച്ചിൻ്റെ തുടക്കമായപ്പോൾ തന്നെ ആരവമായത് സൂര്യകുമാർ യാദവ് അവിടെ നിന്ന് മൈക്കിൽ സഞ്ജു ട്രിവാൻഡ്രം വിഷമിക്കേണ്ട, സഞ്ജു കളിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും അത്ര ആരവമായി ഗ്രൗണ്ടിൽ. ശേഷം ഹർദിക് പാണ്ഡ്യയുടെ കുറച്ച് ഹാർഡ് ഹീറ്റിങ്. പിന്നെ റാണയ്ക്ക് ഹർദിക് ഹിറ്റിങ്ങിനെ കുറിച്ച് ഇങ്ങനെ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ കണ്ടു. പുള്ളി ഒരു ഭയങ്കര അടിപൊളി ടീംമാനായിട്ട് തന്നെ ഫീൽ ചെയ്തു കേട്ടോ. റാണയും ഹർദിക് പാണ്ഡ്യയും കുറേ നേരം പ്രാക്ടീസ് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ബാറ്റിംഗ് ആയിരുന്നല്ലോ. സഞ്ജു ഓപ്പണിങ് ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് നേരം ടാപ്പ് ചെയ്തു. എല്ലാവരും ഭയങ്കര ആവേശത്തോടെയാണ് സഞ്ജുവിനെ വെൽക്കം ചെയ്തത്. സോ അതിൻ്റെ ഒരു ആവേശം അങ്ങനെ നിന്ന് ശേഷം ഹർദിക് പാണ്ഡ്യ റാണയുടെ ഷോട്ട് ശരിയായപ്പം അപ്രീഷിയേറ്റ് ചെയ്യുകയും എന്നിട്ട് രണ്ടുപേരോട് ഒരുമിച്ച് പോവുകയൊക്കെ ചെയ്ത് നല്ല ഗസ്റ്റേഴ്സ് ആയിരുന്നു കേട്ടോ. ഇവർ തമ്മിലൊക്കെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, സ്പോർട്സ്മാൻ സ്പിരിറ്റൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ജേമിസൻ്റെ ഹൈറ്റ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അതിനിടയ്ക്ക് ആ സ്പേസിൽ വന്നൊരു ബോൾ അഭിഷേക് ശർമ്മ പുഷ്പം പോലെ ഡഗ്ഔട്ടിലേക്ക് അടിച്ച് കളയണു. പക്ഷേ സഞ്ജു സാംസൻ്റെ ഈ ഒരു ഷോട്ടിൽ ഗ്രൗണ്ട് ഫുള്ള് സൈലൻ്റായി. പക്ഷേ ഞാൻ നേരത്തെ ഒരു റീലിൽ പറഞ്ഞ പോലെ സഞ്ജു തിരിച്ച് നടന്നു തുടങ്ങിയപ്പോൾ സ്റ്റേഡിയത്തിൽ കിട്ടിയ ഒരു ആരവമുണ്ട് കേട്ടോ. സഞ്ജുവിൻ്റെ ചെറിയ ഫെയിലേഴ്സിൽ അങ്ങനെ നമ്മൾ മലയാളി പ്രേക്ഷകർ ഇത്രയും വർഷമായിട്ട് 10-12 വർഷമായിട്ട് നമ്മുടെ എല്ലാവരെയും അഭിമാനമായി മാറിയ സഞ്ജു ഒരു കളി അങ്ങനെ ഫെയിൽഡറായില്ല, 2 കളി ഫെയിൽഡറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പിൻവാങ്ങുന്ന ഫാൻസ് അല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു. അത്ര ആവേശം കേട്ടോ. എനിക്കത് ഭയങ്കര സന്തോഷമായി. സോ ശേഷം മാച്ചിലേക്ക് നമ്മൾ സൂര്യകുമാർ യാദവ് ഇറങ്ങുന്നു. ഇഷാൻ കിഷനും സൂര്യകുമാർ യാദവോട് ഒരു കിട്ടിലൻ പാർട്ണർഷിപ്പ്. സ്റ്റേഡിയത്തിലിരുന്ന് കളി കാണുന്നതിൻ്റെ എല്ലാ ആവേശം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മൾ വെള്ളം വാങ്ങിക്കാൻ പോയപ്പോൾ എല്ലാവരും സ്ട്രഗിൾ ചെയ്തതുപോലെ വെള്ളത്തിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ബാക്കി കുറേ ഒരുക്കങ്ങളൊക്കെ സെറ്റായിട്ടാണ് തോന്നി. എനിക്ക് ഇടനിലക്കാരുണ്ടാക്കിയ കുറച്ച് പ്രശ്നങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഞങ്ങൾ എന്തുകൊണ്ടും മാച്ച് കംപ്ലീറ്റ്ലി ആസ്വദിക്കുകയാണ് ചെയ്തത്. സൂര്യകുമാർ യാദവിൻ്റെ കുറേ കിടിലൻ ഷോട്ടുകൾ കണ്ടു, എല്ലാം 6കൾ. കാരണം റണ്ണൊഴുക്ക് അത്രയധികം റണ്ണൊഴുക്കുണ്ടായിരുന്നില്ല അന്നത്തെ മാച്ചിൽ. ഇഷാൻ കിഷൻ്റെ സെഞ്ചുറി ഒക്കെ ആയപ്പോഴത്തേന് ഫുള്ള് ഫസ്റ്റ് സെഞ്ചുറി അല്ലേ, പുള്ളിയും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഹർദിക് പാണ്ഡ്യ നല്ല സപ്പോർട്ട് ചെയ്തു പുള്ളിക്ക്. സോ ഹർദിക് പാണ്ഡ്യയുടെ വെടിക്കെട്ടൊക്കെ ആയിട്ട് ഫുൾ സെറ്റ്. ഇഷാൻ കിഷനായിരുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ ഹൈറ്റ് കുറഞ്ഞ ആൾ. പിന്നെ ഞാനിങ്ങനെ അർഷ്ദീപ് സിങ്ങിനെ ശ്രദ്ധിക്കായിരുന്നു കേട്ടോ. ഒരു ഫാസ്റ്റ് ബോളർ കളിക്ക് മുന്നോടിയായിട്ട് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് 2 നമ്മുടെ ഫോളോവേഴ്സ്. സോ ശേഷം നമ്മുടെ ബോളിംഗ് തുടങ്ങുന്നു. ബിഷ്ണോയ് ആക്ച്വലി ഭയങ്കര കൂളായിട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ. വെള്ളമൊക്കെ കൊടുത്തിട്ട് ഹർദിക് പാണ്ഡ്യ എടുത്തൊന്നും തിരിച്ച് നടക്കുന്ന കേട്ടോ. സോ ബുംറയുടെ ബോളിംഗ് കാണണമെന്നുള്ളത് ഏറെ കാലത്തെ നേരിട്ട് കാണണമെന്നുള്ള ഭയങ്കര ആഗ്രഹം കണ്ടോ. വളരെ ചെറിയ സ്റ്റെപ്പിലല്ലേ വന്ന് ചെയ്യണേ. ഇത് ഫിന്നലൻ നല്ല കീട്ടിലായിട്ട് കളിച്ചു കേട്ടോ. നമ്മൾ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുമ്പോൾ ആര് നന്നായിട്ട് കളിച്ചാൽ അടിപൊളിയല്ലേ. അതിനിടയ്ക്ക് കുൽദീപ് യാദവ് വന്നിട്ട് കുറച്ച് കുശലാന്വേഷണം. സഞ്ജുവിനെ ഭയങ്കര ഡെസ്പായിട്ടാണ് നമ്മൾ പിന്നെ കണ്ടത്. ബുംറ വന്നിട്ട് കുറച്ച് നേരം നമ്മുടെ അടുത്തൊക്കെ നിന്ന് കമ്പനി അടിച്ച് എല്ലാവരോടും വേവ് ചെയ്തൊക്കെ നിന്നു. ഭയങ്കര അടിപൊളി മൊമെൻറ്റ്സ് കുറേ ഉണ്ടായി. ഇതിപ്പോൾ ഞാൻ ബുംറയ്ക്കിട്ട് പക്ഷേ കുറേ അടി കിട്ടി കേട്ടോ. ആ പേസിൽ ഈ ഷോട്ടൊക്കെ ഉണ്ട്. ഇത് മിച്ചിലടിച്ച ഷോട്ടാണ്. സഞ്ജു വരുന്ന ബൗണ്ടറി ലൈനിൽ പക്ഷെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇനിയിപ്പം വരുൺ ചക്രവർത്തിയുടെ ഒരു മാജിക് ബോൾ, പുള്ളി സിമ്പിളായിട്ടാണ് വിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതൊക്കെ പുഷ്പം പോലെ. പിന്നെ അർഷ്ദീപ് സിങ്ങിൻ്റെ തിരിച്ചുവരവ് മോനെ, ആദ്യത്തെ 2 ഓവറിൽ 40 റണ്ണ് കൊടുത്തിട്ട് പുള്ളി ആ തിരിച്ചുവരവുണ്ടല്ലോ. ബുംറയൊക്കെ 4 ഓവർ എറിഞ്ഞിട്ട് കൂളായിട്ട് ലോങ്ങിലോട്ട് ഓടി നിൽക്കുമ്പോഴത്തേന് ഇവരൊക്കെ സ്റ്റാമിനയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമായിരുന്നു. അർഷ്ദീപിൻ്റെ 5ാമത്തെ വിക്കറ്റാണെന്ന് തോന്നിയത്. സോ ഒരു കിട്ടിലൻ കമ്പാക്ക് ആയിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു മാച്ചായിരുന്നു.
പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇടനിലക്കാരെ ഏൽപ്പിച്ച കുറച്ച് പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. തുടക്കത്തിൽ പോയ 250 രൂപയുടെ ജേഴ്സികളൊക്കെ അവസാനം 75-നും 100-നും ഒക്കെ അവിടെ വിൽക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നുണ്ടായിരുന്നു.